UDF സീറ്റ് വിഭജന ചർച്ചകളുമൊക്കെയായി മുന്നോട്ട് പോകുമ്പോൾ മറുവശത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. പ്രാഥമിക ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാനായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ഇന്ന് ചേരുന്നുണ്ട്. വൈകിട്ട് AKG സെന്ററിലാണ് യോഗം ചേരുന്നത്. 3 മേഖലാ ജാഥകളുടെ വിലയിരുത്തലാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. കേന്ദ്ര സർക്കാരിനെതിരെ നടത്തേണ്ട പ്രക്ഷോഭ പരിപാടികളും ചർച്ചയ്ക്ക് വരുന്നുണ്ട്. സെയ്ഫ് സൈലാബ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ്, മേഖലാ ജാഥകളൊക്കെ സമാപിച്ചിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു അവലോകനം ഇന്നത്തെ യോഗത്തിലുണ്ടാകും. ഒപ്പം മറ്റെന്തൊക്കെ ചർച്ചകളാണ് പ്രധാനമായി നടക്കുക? തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പ്രധാനപ്പെട്ട ഒരു യോഗമായി ഇന്നത്തെ യോഗത്തെ വിലയിരുത്താം ജിൽസി. ഇന്ന് ഇപ്പോൾ ആ ജാഥകൾ കഴിഞ്ഞതിന് ശേഷം ഇടതുമുന്നണിയുടെ യോഗം ഇതുവരെ ചേർന്നില്ല. ഇന്ന് ഇടതുമുന്നണി യോഗം ചേരുകയാണ്. സ്വാഭാവികമായിട്ടും 3 മേഖലാ ജാഥകൾ സംബന്ധിച്ച വിലയിരുത്തൽ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും. CPIയുടെ സംസ്ഥാന നേതൃയോഗങ്ങളിൽ ചില അഭിപ്രായങ്ങൾ ജാഥയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ചിലയിടങ്ങളിൽ ആൾ കുറഞ്ഞു എന്നടക്കമുള്ള വിമർശനങ്ങൾ യോഗത്തിൽ ഉണ്ടായിരുന്നു. സമാനമായ രീതിയിലുള്ള വിമർശനം ഇന്നിപ്പോൾ LDF യോഗത്തിൽ എന്തായാലും ഉണ്ടാകാൻ സാധ്യതയില്ല. ജാഥ പൊതുവെ വിജയമാണ്. അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ ക്ഷീണം മാറ്റാൻ വേണ്ടി കഴിഞ്ഞു. അണികൾ കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിച്ചു തുടങ്ങിയ വിലയിരുത്തലുകളാണ് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് തന്നെ അങ്ങനെ തന്നെയായിരിക്കും. വൈകിട്ടാണ് ഇടതുമുന്നണി യോഗം AKG സെന്ററിൽ ചേരാൻ പോകുന്നത്. പിന്നീട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രാഥമിക ചർച്ചകളിലേക്ക് ഇന്നത്തെ ഇടതുമുന്നണി യോഗം കടക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉഭയകക്ഷി ചർച്ചയാണ്. ഉഭയകക്ഷി ചർച്ചകളുടെ തീയതികൾ ഇന്ന് തീരുമാനിക്കും. ആദ്യം CPI ആയിട്ടും പിന്നീട് കേരള കോൺഗ്രസുമായിട്ടും അതിനുശേഷം മറ്റോരോ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും ഉഭയകക്ഷി ചർച്ച നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് 3-4 ദിവസം കൊണ്ട് തീർക്കാം എന്നൊരു വിലയിരുത്തലിലേക്ക് CPM എത്തിച്ചേർന്നിട്ടുണ്ട്. CPM ആണ് ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. AKG സെന്ററിലായിരിക്കും ചർച്ച നടക്കാൻ പോകുന്നത്. ചില രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ RJD പൂർണ്ണമായും അവഗണിക്കുന്നു ഞങ്ങളെ എന്നുള്ള പരസ്യമായ വിമർശനം അവർ ഉന്നയിച്ചതാണ്. അത് കൂടുതൽ സീറ്റ് നൽകി പരിഹരിക്കണമോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഉണ്ടാകും. ഒരു സീറ്റ് അവരിൽ നിന്ന് ഏറ്റെടുത്താൽ കൊള്ളാമെന്ന ആലോചന CPM നേതൃത്വത്തിന് ഉണ്ട്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ കാര്യമാണ് പിന്നീട് ഉള്ളത്. കേരള കോൺഗ്രസ് എമ്മിന് കഴിഞ്ഞ തവണ അവർക്ക് നൽകിയതിൽ നിന്ന് ഒരു സീറ്റ് കുറ്റ്യാടി സീറ്റ് തിരിച്ചെടുത്തിരുന്നു. അവസാനം അവിടുത്തെ പ്രാദേശിക CPM അണികളുടെ ഒരു വികാരം മനസ്സിലാക്കിയാണ് CPM നേതൃത്വം ആ സീറ്റ് തിരികെ എടുത്തത്. ആ സീറ്റ് തിരികെ കൊടുക്കുമോ അല്ലെങ്കിൽ അതിന് പകരം മറ്റേതെങ്കിലും സീറ്റ് കൊടുക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാകും. CPM-ഉം CPI-യുമായിട്ടാണ് പ്രധാന ചർച്ച നടക്കേണ്ടത്. കഴിഞ്ഞ തവണ 25 സീറ്റിലാണ് CPI മത്സരിച്ചത്. ഇത്തവണ ചില സീറ്റുകൾ 1-2 സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. പറവൂരും അതുപോലെ തന്നെ പെരുമ്പാവൂരും ഈ 2 സീറ്റുകളാണ് വെച്ച് മാറുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നത്. 2 സീറ്റിലും ഇടതുമുന്നണി കഴിഞ്ഞ തവണ തോറ്റതാണ്. ഒന്ന് പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിയും പറവൂരിൽ VD സതീശനുമാണ് MLA-മാരായിട്ടുള്ളത്. പറവൂരിൽ CPM സീറ്റ് CPI-യിൽ നിന്ന് ഏറ്റെടുത്താൽ അവിടെ നല്ല മത്സരം കാഴ്ചവെക്കാൻ കഴിയും. പ്രതിപക്ഷ നേതാവിനെ അവിടെ അങ്ങനെ തളച്ചിടാൻ കഴിയുമെന്ന വിലയിരുത്തലാണ് ഇടതുമുന്നണിക്ക് ഉള്ളത്. ഒരു നല്ല സ്ഥാനാർത്ഥി വരികയാണെന്നുണ്ടെങ്കിൽ മണ്ഡലത്തിന് പുറത്തേക്ക് പോയി പ്രചരണം കുറച്ചുകൂടി അയയാൻ വേണ്ടി നേതാക്കൾ സമ്മതിക്കില്ല. അതുകൊണ്ട് മണ്ഡലത്തിൽ അങ്ങനെ പ്രതിപക്ഷ നേതാവിനെ തളച്ചിടണമെങ്കിൽ CPM-ന്റെ സ്ഥാനാർത്ഥി വേണം എന്ന അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ സീറ്റ് CPM ഏറ്റെടുത്തു കഴിഞ്ഞാൽ പെരുമ്പാവൂർ സീറ്റ് CPI-ക്ക് കൊടുക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പിന്നീടുള്ളത് തിരുവനന്തപുരം സെൻട്രൽ സീറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആന്റണി രാജുവിന് എന്തായാലും മത്സരിക്കാൻ കഴിയില്ല. ഹൈക്കോടതിയിൽ അദ്ദേഹം അപ്പീൽ ഇന്നലെ പോയിരുന്നു. പക്ഷേ അത് പരിഗണിച്ച് വരുമ്പോഴത്തേക്ക് അതിൻ്റെ തീരുമാനം വരുമ്പോഴത്തേക്ക് ഇലക്ഷൻ്റെ വിജ്ഞാപനം വന്നേക്കാം. നിലവിലെ സാഹചര്യത്തിൽ ആന്റണി രാജുവിന് മത്സരിക്കാൻ കഴിയില്ല എന്ന വിലയിരുത്തലിലേക്ക് CPM എത്തിച്ചേരുകയും സെൻട്രൽ സീറ്റ് ഏറ്റെടുക്കാമെന്ന ആലോചനയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രാഥമിക ചർച്ചകളായിരിക്കും പ്രധാനമായിട്ടും ഉഭയകക്ഷി ചർച്ചയിൽ ഉണ്ടാകാൻ പോകുന്നത്. പരസ്പര ധാരണ പ്രകാരമുള്ള കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ഇടതുമുന്നണി യോഗത്തിൽ വരുമെന്ന് തന്നെയാണ് അറിയുന്നത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയുള്ള വളരെ പ്രധാനപ്പെട്ട ചർച്ചയാണ് നടക്കാനിരിക്കുന്നത്. വിവരങ്ങളാണ് സെയ്ഫ് സൈലാബ്ദീൻ നൽകിയത്.